മാനാർമ ചാൻസിലേക്ക് സ്വാഗതം. കളങ്കാവിൽ സിനിമയിൽ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ സൈനീഡ് മോഹനെ ഇൻസ്പയർ ആയിട്ട് എടുത്ത ഒരു ക്യാരക്ടറാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ആണെങ്കിൽ ഒരു പ്രീ റിലീസ് ടീസർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടീസറിൽ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. 20 പെൺകുട്ടികളുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വിനായകൻ ഈ ഒരു സിനിമയിലാണ് ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. ഇതിന് മുമ്പ് ഇറങ്ങിയ ടീസറിൽ ഒരു കലാപവും പിന്നെ കാസ്റ്റിൻ്റെ സംഭവങ്ങൾ തമ്മിൽ ഉള്ളൊരു പോരാട്ടം പോലത്തെ രീതിക്കത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ മമ്മൂക്കയുടെ കാര്യം ചെറുതായിട്ടൊക്കെ ഒരു മെൻഷൻ ചെയ്യുന്ന രീതിക്കൊക്കെ കാണിക്കുന്നുള്ളായിരുന്നു. പക്ഷേ ഈ ഒരു പ്രീ റിലീസ് ടീസറിൽ വന്നിട്ടതിൽ നമുക്ക് പുള്ളിക്കാരൻ്റെ ആ ഒരു മമ്മൂക്കയുടെ ആ ഒരു ലുക്കും ആ ഒരു ക്യാരക്ടർ എന്താണെന്നുള്ള രീതിക്കത്തെ ഒരു ചെറിയൊരു ഷോട്ടും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ തന്നെ വ്യക്തമാണ് പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു പുള്ളിയുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി തൃപ്തിപ്പെടുന്ന രീതിക്കത്തെ ഒരു ക്യാരക്ടറാണെന്നുള്ളത് നമുക്ക് അങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ ഒരു ക്യാരക്ടർ ഇപ്പം മമ്മൂക്കയാണെങ്കിൽ ആ 20 പെൺകുട്ടികളെ വേട്ടയാടുന്ന ഒരു മൃഗമായിട്ടാണോ എന്നാണ് നമുക്കൊരു ഇപ്പോൾ സംശയം തോന്നുന്നത്. കാരണം പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ നമുക്കങ്ങോട്ട് കാണുമ്പോൾ ഇയാളെ എങ്ങനെയും ഒന്ന് കൊന്നാൽ മതി എന്ന് തോന്നുന്ന രീതിക്കത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും ഈ ഒരു സിനിമയിലെന്ന് നമുക്ക് തോന്നുന്നുണ്ട് ആ ഒരു പ്രീ റിലീസ് ടീസർ കാണുമ്പോൾ. പിന്നെ അതിലൊരു സംഭവം കാണിക്കുന്നുണ്ട്, ഒരു KSRTC സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. അവിടെ പുള്ളി നിന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ചിരിയിലാണെങ്കിൽ ഒരു ഭക്ഷണത്തരം എവിടെയൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വന്നൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ആ സിഗരറ്റ് വലിച്ചുകൊണ്ട് എന്തെങ്കിലും നോക്കുന്നത്, അതിലാണെങ്കിൽ ഒരു കറക്റ്റ് ഒരു ഞരമ്പന്മാരുടെയൊക്കെ ആ ഒരു രീതിക്കാണ് പുള്ളി ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ആ സിനിമയിൽ നമുക്കിടെ ഒരു ക്യാരക്ടർ ഈ ഒരു രീതിക്കത്തെ ക്യാരക്ടർ എന്നാന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെയിലുള്ള ഒരു പ്രതീക്ഷ കുറച്ചും കൂടെ ഉയർന്നിരിക്കുകയാണ്. കാരണം പുള്ളിക്കാരനിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ചെയ്യുന്ന കാര്യം നമുക്കറിയാം. എന്തായാലും നമ്മൾ ഈ ഒരു പടം കാണുമ്പോൾ ഉറപ്പായിട്ടും എങ്ങനെയും ഒന്ന് സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയും ഒന്ന് തട്ടിപ്പോയാൽ മതി, അല്ലെങ്കിൽ ഇയാളെ ഒന്ന് കൊന്നാൽ മതി എന്ന് നമുക്ക് തോന്നുന്ന രീതിക്കത്തെ ഒരു ക്യാരക്ടറായിരിക്കും കളങ്കാവൽ സിനിമയിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു സിനിമയാണെങ്കിൽ ഈ ഡിസംബർ 5-ാം തീയതി പുറത്ത് വരികയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഡിസംബർ 5-ാം തീയതി ഈ സിനിമ കണ്ടിട്ട് ഇതിൻ്റെ റിവ്യൂ ആയിട്ട് പറയാം. നിങ്ങളപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മമ്മൂക്കയുടെ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വിനായകൻ്റെ ഒരു നല്ല ഇതിനു മുമ്പ് കാണാത്ത രീതിക്കത്തെ ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു.